ഞങ്ങള് 3 പേരും കൂടി തിരുനെൽവേലിക്ക് പോവുകയാണ് അല്ലേ നമുക്ക്. സമയം ഇപ്പോൾ 10:30 കഴിഞ്ഞ് 10:45. 11:40 ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങളുടെ 3 പേരുടെയും ഈ ഒരു മനോഹരമായ യാത്ര തിരുനെൽവേലിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനും മാധവും നീരവും കൂടി രാത്രിയിൽ 11:40 ട്രെയിന് തൃശ്ശൂരിൽ നിന്നും കയറി. ഞങ്ങൾ ഏകദേശം തിരുനെൽവേലി എത്താറായി. രാത്രി ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ട് അത്യാവശ്യം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ പറ്റി. രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റു. മാധവും നീരവും ഞാനും എഴുന്നേറ്റു. പിന്നെ രാത്രിയിൽ ഇത്രയും നേരം ഇരുന്നതിൻ്റെയൊക്കെയാണ് രണ്ടുപേർക്കും ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എത്താറായോ അമ്മേ എന്നുള്ള ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും കയറി കിടന്നുറങ്ങി. കാരണം പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ട് രാത്രി ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഉണരുന്നുണ്ടായിരുന്നു. വേറെ ആൾക്കാരൊക്കെ കയറുമ്പോൾ ലഗേജൊക്കെ വെക്കുന്ന സൗണ്ടും ലൈറ്റ് ഇടുമ്പോഴും ഒക്കെ കേൾക്കുമ്പോഴും ഇങ്ങനെ ഉണരുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല നല്ല സ്മൂത്തായിട്ടുള്ള ജേണി ആയിരുന്നു. തമിഴ്നാട് എത്തിയപ്പോഴത്തേക്കും ആ വെളുപ്പാങ്കാലവും കൂടെ ആയതുകൊണ്ട് ട്രെയിനിൻ്റെ 2 വശത്തുമുള്ള കാഴ്ചകൾ ഭയങ്കര ഫ്രഷായിട്ടുള്ള കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട് എന്ന് വെച്ചാൽ നല്ല രസമല്ലേ കാണാനായിട്ട്, അവരുടെ കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ചകൾ. എന്തായാലും മാധവും നീരവും ആ ട്രെയിൻ ജേണി അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ തിരുനെൽവേലിയിലേക്ക് പോകുന്നതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് മാമനെയും മാമിയെയും ജോജോയെയും കാർത്തിക്കിനെയൊക്കെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവന്മാർ. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ തിരുനെൽവേലി എത്തും. അല്ലേ അമ്മസ അല്ലേ അല്ലേ? കൊറേ കുതിര നിൽപ്പുണ്ട്. കുതിര നിന്ന് പുല്ല് തിന്നുന്നു. കാളയുണ്ട്, പശുവുണ്ട്, കൊക്കുണ്ട്, ദേശാടന കിളിയുണ്ട്, എല്ലാവരും ഉണ്ട്. സ്കൂളിൽ പോകാനാണോ? നിങ്ങളെ സ്വീകരിക്കാനായിട്ട് വന്നു. നന്നായിട്ട് മുടി പോയിട്ടുണ്ട് കേട്ടോ.
അങ്ങോട്ട് നോക്ക്. ഇതൊക്കെ വെളിയിലിടണ്ടേ ഇത് സെറ്റപ്പ് ഒക്കെ കാണിക്കുമ്പോ? വിശക്കുന്നോ? ഓ, കാറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടോടാ. ഈ ഓരോ സാധനങ്ങൾ കാണുമ്പോഴേ മധുരയുടെ ഒരു ഓർമ്മയാണ്. ഹലോ ഹലോ ഹായ്. നമ്മളങ്ങനെ വീട്ടിലെത്തി. നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഒത്തിരി പഴയ വീടാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള വീടും നല്ല പച്ചപ്പൊക്കെയുള്ള പ്രദേശവും നല്ല രസമുണ്ട്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ വീടും അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ചേച്ചി ഇവരുടെ തൊട്ട് മുകളിൽ താമസിക്കുന്നതാണ്, ഹൗസ് ഓണറിൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഈ ചേച്ചി ആ പശുവിന് പഴം കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ പശു അതൊന്നും കേൾക്കാതെ അങ്ങോട്ട് മാറി നിന്ന് പുല്ല് തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ വന്നു, കുളിച്ചു, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ചുമ്മാ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അതിനുശേഷം പിന്നെ പിള്ളേരും ഞാനും ആശേച്ചിയും കൂടി തൊട്ടടുത്തുള്ള കടയിലേക്ക് ഞങ്ങൾ പോയി. കുറച്ച് മല്ലിയില മേടിക്കാനായിട്ട് പോയി. മല്ലിയില മേടിക്കാൻ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആശേച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പോൾ ആ ബിരിയാണിയിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില മേടിക്കാൻ വേണ്ടി ഞങ്ങൾ വീടിൻ്റെ പുറത്തേക്കൊക്കെ പോയി. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി പുറകെ തിരുനെൽവേലിയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ വരും അടുത്ത എപ്പിസോഡുകളിൽ. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം തിരുനെൽവേലിയിലെ അടുത്ത വിശേഷങ്ങൾ. താങ്ക് യു. പാർക്കിൽ പോവാട്ടോ അവന്മാരെ. പക്ഷേ ഈ വെയിലുണ്ടെങ്കിലേ ആ വെയിലിനൊരു നമ്മൾ അവിടുത്തെ പോലൊരു കുറച്ചുകൂടെ കഴിഞ്ഞ പാടാണ്. എന്താ ചേച്ചി ഒരു വല്ലാത്തൊരു വണ്ടി വരുന്നുണ്ട്, പെരുമാറ്റം. അറിയാൻ വയ്യാത്ത ആളായത്. ഇത് വാലിട്ട് അടിച്ചതാ. കിട്ടിയല്ലേ?